ചിക്കനോ മീനോ അങ്ങനെ തന്നെ വേണ്ടാത്ത ഒരു നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നമുക്ക് ഇത് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയോ അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് എടുത്തിട്ടിരിക്കുന്നതാണ്. ഇതിനി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. 3 വിസിൽ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് 2 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ആണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സവാളയും പച്ചമുളകും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുക്കുന്നുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്നത് 1 പിടിയോളം മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. വെള്ളക്കടല നന്നായിട്ട് വെന്തു, അത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ചൂടൊക്കെ കുറഞ്ഞ് അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരു തരിതരിപ്പായിട്ട് പൊടി കണക്ക് കിട്ടും. ഒട്ടും വെള്ളമില്ലാതെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അതുപോലെ ഉരുളക്കിഴങ്ങും വെന്തു, അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് തൊലി പീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു എടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പാൻ വെച്ചു. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3-4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതും ചൂടായി വരുമ്പോൾ നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പിന്നെ പൊടിവകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു 1/4 ടീസ്പൂൺ. അതുപോലെ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം. ഗ്യാസ് സിമ്മയിലാണ് വെച്ചിരിക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പിന്നെ മസാലപ്പൊടികൾ ഇടുന്നുണ്ട്. കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, അതുപോലെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അങ്ങനെ പൊടി വകളുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മല്ലിയില അല്പം കൂടുതൽ വേണം, അതാണ് ഇതിനകത്ത് ടേസ്റ്റ് തരുന്നത്.
ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഉപ്പൂടെ വേണം. അപ്പം ശകലം ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തീ സിമ്മയിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. ഇത് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടാണ് സിമ്മയിൽ വെച്ചിരിക്കുന്നത്. ഇനി ആ വെള്ളക്കടല കൂട്ടിൻ്റെ ആണെങ്കിൽ ചൂടൊന്ന് കുറഞ്ഞ് വരണം. അതുപോലെ ചൂട് കുറഞ്ഞ് വരുമ്പം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളക്കടലയും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റ് കണക്ക് നമ്മൾ ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നോയമ്പായതുകൊണ്ട് മുട്ട ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. പിന്നെ ആവശ്യമുള്ള ശകലം ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ബ്രെഡ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ കട്ട്ലറ്റും എടുത്ത് ആ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഇടാൻ നമ്മളിങ്ങനെ ഫോർക്ക് വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യെ പറ്റാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇടാൻ പറ്റും. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ അത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലാകത്തും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് എടുക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ എല്ലാം ഇതെടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം എടുക്കത്തക്ക രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ഡപ്പയിലാക്കിയിട്ട്
നമുക്ക് അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇനി നമ്മുടെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചു. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലും ചൂടായി വരുമ്പോൾ നമ്മളുടെ കട്ട്ലേറ്റ് ഓരോന്നും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 2 സൈഡും ബ്രൗൺ കളറിൽ മുരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളരെ നല്ലൊരു കട്ട്ലേറ്റ് റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ ആയാലും വെറുതെ സ്നാക്കായിട്ട് കഴിക്കാനാണെങ്കിലും അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.